നമുക്കിപ്പോൾ അതിഥികൾ ചേരുന്നു. അഡ്വക്കേറ്റ് എം ലിജു, കോൺഗ്രസ് പ്രതിനിധി, ഇടതു നിരീക്ഷകൻ എം ജയചന്ദ്രൻ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, റിട്ടയർഡ് SP സുഭാഷ് ബാബു, ഒപ്പം റിദാൻ ബാസിലിൻ്റെ പിതൃ സഹോദരൻ മുജീബും നമുക്കൊപ്പം ചേരുന്നു. ഞാൻ ആദ്യം ഒന്ന് മുജീബിലേക്ക് പോയതിനു ശേഷം മറ്റതിഥികളിലേക്ക് എത്താം. മുജീബ്, ഈ റിദാൻ്റെ വിഷയവും ഇന്നിപ്പോൾ PV അൻവർ ഉന്നയിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഷാൻ യഥാർത്ഥത്തിൽ ഈ കൊലപാതകത്തിൽ പങ്കെടുത്തയാളാണോ? SP ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് നിങ്ങൾക്ക് ആരോപണമുണ്ടോ മുജീബ്? ഇതിൽ യഥാർത്ഥ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ കൊലപാതകം നടക്കുന്നത് ഈ നമ്മുടെ മോനെ ഷാൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് നമ്മളെ വീട്ടിൽ നിന്ന് 7:30 മണിക്ക് രാത്രി ഇറക്കി കൊണ്ടുപോകുന്നത്. അവൻ കൊണ്ടുപോയി ഒരു പുലിക്കുന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, എടവണ്ണ ചമ്പക്കുത്ത്. അവിടെ കൊണ്ട് പോയിട്ടാണ് അവൻ ഒരു 10 മണിക്ക് അവനെ വിളിച്ചിട്ട് ഭാര്യയോട് ചോദിച്ചു, റിദാൻ്റെ ഭാര്യയോട് ചോദിച്ചു, അവൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വന്നിട്ടില്ല, 10 മണിക്ക് എത്തുമെന്നേ പറഞ്ഞിരുന്നു പറഞ്ഞു. അത് കഴിഞ്ഞു പിന്നീട് ഒരു 11 മണിയായിട്ടും കാണാതെ നിന്നപ്പോഴാണ് റിദാൻ്റെ ഭാര്യ പല സുഹൃത്തുക്കളെയും വിളിച്ച് ചോദിക്കുമ്പോഴൊന്നും ആരും കണ്ടവരുമില്ല. അവരെയൊന്നും അവിടെ പെരുന്നാൾ തലേന്ന് ആയതുകൊണ്ട് ഏതെങ്കിലും ബാർബർ ഷാപ്പിലൊക്കെ ആയിരിക്കും എന്നെല്ലാവരും പറഞ്ഞു. ഏതായാലും ആ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു 11 മണിക്ക് വീണ്ടും ഈ ഷാനെ വിളിച്ചു. ഷാൻ പറഞ്ഞു, ഞാൻ എപ്പോഴോ പോന്നിട്ടുണ്ട്, ഞാൻ അവനെ ആ പുലിക്കുന്നിലാക്കി പോന്നതാണ്. അവിടെ ഒരു ബൈക്കിൽ 2 ആൾ വന്നിരുന്നു, അവരായിട്ട് സംസാരിക്കട്ടെ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി. അത് കഴിഞ്ഞു രാത്രി 1 മണിക്ക് വീണ്ടും ഇവനെ വിളിച്ചപ്പോൾ ഇവ ഫോൺ എത്തില്ല. അപ്പോൾ അവൻ്റെ നിസാമിൻ്റെ ഭാര്യയ്ക്ക് ഇവൾ വിളിക്കുകയും വിളിച്ചപ്പോൾ പറഞ്ഞു അവൻ ഇവിടെ വന്ന് അവൻ ഉറങ്ങിയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞ് രാവിലെ ഇവരെ ആരും കാണാത്തത് കൊണ്ട് രാവിലെ വീണ്ടും ഞങ്ങൾ അവനെ തിരയുകയും പല രീതിയിലും അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ നമ്മൾ ഇവൻ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഷാൻ തന്നെ അവൻ്റെ വൈഫും അവൻ്റെ കുഞ്ഞുമായി ഇവിടെ രാവിലെ എൻ്റെ റിദാൻ്റെ വീട്ടിലേക്ക് വന്നു. ഈദ് മുബാറക്ക് പറയുകയും ഇനിയും വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇനിയും വന്നിട്ടില്ല. അപ്പോൾ റിദാൻ്റെ അനിയൻ ചോദിച്ചു അവനോട്, നിങ്ങൾ ഇന്നലെ എവിടെയാണ് ഇരുന്നിരുന്നു ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ പുലിക്കുന്നിലാണ് പോയി ഇരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ബൈക്കെടുത്ത് പുലിക്കുന്ന് പോയി. അവൻ ആകെ അവിടെ നോക്കിയപ്പം അവിടെ നിന്ന് പെട്ടെന്ന് കണ്ടില്ല. പിന്നീട് ഒരു കാല് മാത്രം കണ്ടു. അത് കണ്ടപ്പോൾ അവൻ അവിടെ ഇവനൊക്കെ ഉറങ്ങിക്കിടക്കുകയാണെന്ന രീതിയിലാണ് അവൻ അവിടെ ചെന്നപ്പോഴാണ് തലയുടെ പുറകിലൂടെ തലച്ചോറ് സൈഡിലൂടെ കടക്കുന്ന കണ്ടപ്പോഴാണ് ഇവൻ മരിച്ച രീതിയിൽ അവന് മനസ്സിലാകുകയും അവൻ അപ്പോൾ തന്നെ എന്നെ ഫോൺ ചെയ്ത് വിളിക്കുകയും ഞങ്ങളെല്ലാവരും അവിടെ എത്തുകയും ചെയ്തു. ആ എത്തിയപ്പം തന്നെ ഷാനും അവിടെ എത്തിയിരുന്നു. എത്തി അവിടെ അപ്പോൾ പല ഓഫീസർമാരും അവിടെ എത്തുകയും CI വന്നു. CI ചോദിച്ചു ഇവൻ്റെ കൂടെ ആരും ഉണ്ടായെന്ന് ചോദിച്ചു. ഷാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞു. ഷാൻ അപ്പം തന്നെ അവിടെ വിളിക്കുകയും ഷാൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ട്. പിന്നീട് വിളിച്ചപ്പം പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞു. പിന്നീട് അവിടെ തന്നെ ഒരു SI ഷാനെ തടുക്കുകയും ഷാനെ അവിടെ തടുത്ത് നിർത്തുകയും CI ചോദിച്ചു എവിടെ അവൻ ചോദിച്ചപ്പോൾ അവിടെ ഒരു SI പിടിച്ചിട്ടുണ്ട്. അപ്പോൾ CI അപ്പം തന്നെ വണ്ടി എടുത്ത് താഴെ പോയി അവനെ വിളിച്ചു. ഇത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാണ് കൊന്നിട്ടുള്ളത് എന്നുള്ളത് അവൻ സമ്മതിക്കുകയും കാര്യങ്ങളുമാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സംശയം ഇപ്പോഴും പറയൂ. ഓക്കെ നമ്മുടെ സംശയം ഇപ്പോഴും അവൻ ഒറ്റക്കല്ല, ഇതിൻ്റെ കൂടെ പല ആളുകളും ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സംശയം. അതൊന്ന്. രണ്ടാമത് ഇവൻ്റെ കയ്യിലുള്ള ആപ്പിൾ ഫോണും വേറൊരു ഫോണും ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ സിസ്റ്റത്തിൽ, ഇത്രയും വളർന്ന സിസ്റ്റത്തിൽ ഇതുവരെ അത് കണ്ടെത്താൻ അവർക്ക് കഴിയാത്തത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പറഞ്ഞതനുസരിച്ച് ഈ വിഷയത്തിൽ ഈ ADGP MR അജിത് കുമാർ എന്തെങ്കിലും ബന്ധമുള്ളതായി താങ്കൾ കരുതുന്നുണ്ടോ?
അതായത് ഇപ്പോൾ ഈ പോലീസിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളൊക്കെ അൻവർ സാറ് സംസാരിച്ച ആ സാഹചര്യങ്ങളൊക്കെ മൊത്തം ഞങ്ങൾ നോക്കുമ്പോൾ ഇതിലൊക്കെ പോലീസിൻ്റെ കളികളുണ്ട് എന്നുള്ള സംശയത്തിലാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. ഒരു സംശയം കൂടി ഈ മുജീബ്, ഈ റിദാന് ചില കാര്യങ്ങൾ അറിയാമായിരുന്നു, ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും രഹസ്യ വിവരങ്ങൾ ഈ റിദാൻ അറിയാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. അതായത് ഇതിൻ്റെ ഒരു ചെറിയൊരു പസ്റ്റ് ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ 2021 ഇവന് ഒരു MDMA കേസിലുമായി പെട്ടിരുന്നു. അത് അന്ന് ശരിക്കും പറയാൻ ഷമീം എന്ന് പറയുന്ന അവൻ്റെ സുഹൃത്തിനും വേണ്ടി അവനൊരു പണം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ എയർപോർട്ടിൽ പോവുകയും അവിടെ ശരിക്കും ഷമീമിനെയാണ് ഇവർ ടാർഗറ്റ് ആയിട്ട് ഈ വാട്സാപ്പ് നമ്മുടെ ഡാൻസ് ഓഫ് ടീം കാത്തു നിൽക്കുന്നത്. അവിടെ ഒരു ഇത് കൊടുക്കാൻ വേണ്ടി ഒരു കാരിയറെ നിർത്തി ഇവർ ഈ ഷമീമിനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നിരുന്നത്. പക്ഷേ എൻ്റെ മകൻ അതിലൊന്നും അറിയില്ല. അതായത് റിദാം അവൻ അവിടെ ചെന്ന് അവിടെ വണ്ടി നിർത്തുകയും ഈ ഷമീം അറിയുന്ന ആൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കുപ്പി വെള്ളം വാങ്ങാൻ പോവുകയും ഇതിൻ്റെ അടിയിൽ ഇവിടെ ഒരു പയ്യൻ വന്ന് ഇവൻ്റെ മേത്തേക്ക് ഒരു സിഗരറ്റിൻ്റെ കൂടെ ഇടുകയും അത് പുറത്തേക്ക് പോവുകയും ഈ ഡാൻസ് ആപ്പിൻ്റെ ടീം അത് വന്ന് പുറത്തുനിന്നെടുത്ത് ഇവനെയും ഈ എറിഞ്ഞ പയ്യനെയും പിടിച്ച് ഒരു വണ്ടിയിൽ കയറ്റി കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പം ഈ എറിഞ്ഞ പയ്യനെ ഒഴിവാക്കുകയും ഇവനെ ഈ കേസിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൻ്റെ സത്യാവസ്ഥ റിപ്പോർട്ടർ ചാനലിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു മറ്റേ ഇവിടെ എന്താണ് താങ്കൾക്കും ഈ ഇടപാടുകളിൽ റിദാന് ചില വിവരങ്ങൾ അറിയാമായിരുന്നു, ആ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ളത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഭയന്നിരുന്നു എന്നാണ് സംശയിക്കുന്നത്. അതെ, അതായത് ഇപ്പം റിദാന് അവൻ്റെ ആപ്പിൾ ഫോണിൽ ഈ MDMAയും ഈ നമുക്ക് ഈ സ്വർണ്ണക്കടത്തുമായുള്ള ഒരു പ്രശ്നത്തിൽ അവന് പിടിക്കപ്പെട്ടിരുന്നു. അതായത് ഈ പറഞ്ഞ ഷാൻ്റെ ജ്യേഷ്ഠനുണ്ട് നിസാം, ആ നിസാമും അവനും ഈ MDMA കേസിലാണ്. നിസാം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ഇവന് ഈ MDMA കേസിലുമായിരുന്നു അവിടെ ജയിലിൽ ഉണ്ടായിരുന്നത്. വ്യക്തമാണ്. താങ്ക് യു. ആ വിഷയത്തിൽ ഇനി കൂടുതൽ അന്വേഷണം വരണം. അതിലേതെങ്കിലും ഇടപെടലുകൾ ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ പുറത്തു വരട്ടെ സത്യാവസ്ഥ.